ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുകയും അപ്സരയും ജാസ്മിനും റിസ്വാനും പോവുകയും അങ്ങനെ പോയ വഴിക്ക് അപ്സര ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ജാസ്മിനും റിസ്വാനും അവിടെ ഉറങ്ങിപ്പോവുകയും എനിക്ക് തോന്നുന്നത് പിന്നെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അത് റോക്കിയുമായിട്ടുള്ള അടിപ്രശ്നത്തിൽ റോക്കി അവിടെ പോവുകയും കൺഫെഷൻ റൂമിൽ പോവുകയും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്നലെ ജാസ്മിനും റസ്മിനും അവിടെ പോവുകയും ഉറങ്ങുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ബോസായിട്ടും താരാട്ട് പാടി ഉറക്കുകയും കപ്പലണ്ടി മുട്ടായും ജ്യൂസും എല്ലാം കഴിച്ച് പിള്ളേരങ്ങ് കട്ടിലാന്ന് വിചാരിച്ചിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങി. ഇതെന്തൊരു മോശം പരിപാടിയാണല്ലോ ഇത്. കൺഫെഷൻ റൂം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പവിത്രമായിട്ടുള്ള ഒരു റൂമാണ്. നല്ല കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോ അല്ലേ. അന്നേരമാണ് രണ്ടെണ്ണം പോയിട്ട് അവിടെ പോയി കട്ടിലാന്ന് വിചാരിച്ച് കുറുക്കം വലിച്ച് ഉറങ്ങുന്ന കാണുന്നത്. ഇപ്പം ബോസേട്ടനും എനിക്ക് തോന്നുന്നത് നല്ല ഭക്ഷണം കഴിച്ച് പുള്ളി ഉറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലാണെങ്കിൽ ആ ബെല്ലും ജിൻഡോപ്പിൻ്റെ അലർച്ചയും മറ്റുള്ള ബഹളമൊക്കെ കേട്ട് പിള്ളേർ ഞെട്ടി എണീറ്റ് പോയേനെ. അപ്പം അതിൽ നിന്നൊരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടായിരിക്കും ബോസേട്ടൻ ഈ പരിപാടി നടത്തിയത്. ഏതായാലും പിള്ളേർ നന്നായിട്ട് ഉറങ്ങി. കൺഫ്യൂഷൻ പോയ പിന്നെ ജാസ്മിനൊക്കെ നല്ല ഉഷാറായിട്ട് ചാടിയ നടക്കുന്ന കാണുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ ചെയ്തത് കോടിക്കണക്കിനുള്ള ജനങ്ങൾക്കൊരു അപ്രീതിയായിട്ടാണ് തോന്നുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?